ഒന്നാം റാങ്ക് അടക്കം ആദ്യത്തെ മുഴുവൻ റാങ്കുകളും നമ്മുടെ സൈലത്തിനാണ്. ഒന്നാം റാങ്കുകളായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. ഉദ്യോഗസ്ഥനാവാൻ ആഗ്രഹിക്കുന്ന ആളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും പുതിയ പാറ്റേൺ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഏറ്റവും ചെറിയ ഫീസിൽ സൈലം BSc ജനറൽ ഫൗണ്ടേഷന്റെ 4ാമത്തെ ബാച്ച് ഏപ്രിൽ 24-നാണ്. എല്ലാവർക്കും സൈലം BSc സ്വാഗതം. അപ്പോ ഞങ്ങളൊരു ചെറിയ വിശേഷം പറയാനായിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. നമുക്കറിയാം നമ്മുടെ ജനറൽ PSc 3 വിജയകരമായ ബാച്ചുകൾ പൂർത്തീകരിക്കുന്നുണ്ട്. കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് പുതിയ ബാച്ച് തുടങ്ങുന്നുണ്ടോ എന്ന്. അപ്പൊ നമ്മുടെ സൈലം BSc ജനറൽ ഫൗണ്ടേഷന്റെ 4ാമത്തെ ബാച്ച് നമ്മൾ ഒഫീഷ്യലായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് മറക്കണ്ട, ഏപ്രിൽ 24-നാണ് നമ്മുടെ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന എക്സാമുകളുടെ ഒരു അതായത് ഇനി നമുക്ക് ഏറ്റവും പ്രധാനമായും വരാനിരിക്കുന്ന എക്സാമുകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മളുടെ LDC അടക്കമുള്ള ചില പരീക്ഷകൾ. അപ്പോൾ അത്തരം പരീക്ഷകൾക്ക് വളരെ ബേസ് ലെവലിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, അടുത്ത എക്സാമിന് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാവാൻ ആഗ്രഹിക്കുന്ന ആളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ ബേസിക് ലെവൽ മുതൽ ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഒരു ജനറൽ PSc എക്സാമിന് വേണ്ടിയിട്ടുള്ള തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് ഈ സിലബസിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇനി ഇതിന്റെ ഈ ബാച്ചിന്റെ കുറച്ച് സ്പെഷ്യാലിറ്റീസും കാര്യങ്ങളും ഒക്കെയാണ് ഇനി നമുക്ക് അറിയാനായിട്ടുള്ളത്. ഇനി ആരൊക്കെയാണ് നമ്മുടെ ബാച്ചിൽ ക്ലാസ് എടുക്കാനുള്ളതെന്ന് നോക്കാം. നമ്മുടെ ഫാക്കൽറ്റീസിനെ പരിചയപ്പെടാം. ആദ്യമായിട്ട് ഹിസ്റ്ററിയിലേക്ക് വരികയാണെങ്കിൽ 2 അധ്യാപകരാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഒന്ന് നമ്മുടെ ഹെഡ് ആയിട്ടുള്ള മൻസൂർ അലി സാറും, രണ്ടാമത് നമ്മുടെ സ്വന്തം അനന്ത് സാറും ആയിരിക്കും ഹിസ്റ്ററിയുടെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഹിസ്റ്ററി കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ജിയോഗ്രഫി. ജിയോഗ്രഫി എടുക്കാനായിട്ട് നിങ്ങൾക്ക് 2 പേരാണ് ഉണ്ടാവുക. ഒന്ന് നമ്മുടെ സൂരജ് സാറാണ്, മറ്റൊന്ന് നമ്മുടെ ജിതിൻ സാറും നിങ്ങളോടൊപ്പം ജിയോഗ്രഫിക്കായി നിങ്ങൾക്ക് ഉണ്ടാവും. ഇനി എക്കണോമിക്സിലേക്ക് ഇറക്കുകയാണെങ്കിൽ ശരത് സാർ ആയിരിക്കും എക്കണോമിക്സിന്റെ കംപ്ലീറ്റ് ടോപ്പിക്കുകളും നിങ്ങൾക്ക് കവർ ചെയ്യുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അഭിജിത് സാറ്, പിന്നെ കേരള ഗവർണൻസ്, ഇമ്പോർട്ടന്റ് ആക്ട്സ് അതൊക്കെ ഡീൽ ചെയ്യുന്നത് നമ്മുടെ സ്വന്തം ആനന്ദ് സാർ ആയിരിക്കും. അതുപോലെ ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ അത് തന്നെ ബയോളജി, അതായത് ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത്, അതുപോലെ തന്നെ ഫിസിക്സ് എന്നീ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനായി നമ്മളോടൊപ്പം നമ്മുടെ SS സ്വാതി സ്വാഗതം ഉണ്ടാവും. ഒപ്പം തന്നെ നമ്മുടെ സിബി സാറും ഈ ഒരു ടോപ്പിക് എടുക്കാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും. അടുത്തായിട്ട് കെമിസ്ട്രിയിലേക്ക് വരികയാണെങ്കിൽ സരിത് ലാൽ സാർ ആയിരിക്കും കെമിസ്ട്രി കൈകാര്യം ചെയ്യുന്നത്. ലിറ്ററേച്ചർ, മലയാളം എന്നീ വിഷയങ്ങൾ നമ്മുടെ സ്വന്തം ഗുരുവി സജിമോൾ മിസ് ആയിരിക്കും ഡീൽ ചെയ്യുന്നുണ്ടായിരിക്കുക. അതുപോലെ നമുക്കറിയാം എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളിൽ ഒന്നാണ് മാത്സ്, അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സും, അതുപോലെ ആർട്സ്, സ്പോർട്സ്, കൾച്ചർ. അതിൽ കറണ്ട് അഫയേഴ്സ്, ആർട്സ്, കൾച്ചർ ആൻഡ് സ്പോർട്സ് എടുക്കാനായിട്ട് നമുക്ക് പ്രദീപ് സാർ ഉണ്ട്. അതുപോലെ മാത്സ് കൈകാര്യം ചെയ്യാൻ 2 പേരാണ്. 2 പേർ, അതിലൊന്ന് നമ്മുടെ സ്വന്തം ഇസ്മയിൽ കാലടി സാർ ഉണ്ടാവും. ഒപ്പം അജ്മൽ സാറും നിങ്ങളോടൊപ്പം മാത്തമാറ്റിക്സ്, സിമ്പിൾ അരിത്തമാറ്റിക്സും മെന്റൽ എബിലിറ്റി അടക്കം എടുക്കാനായിട്ട് ഇവരും ഉണ്ടാകും. ഇനി ഇംഗ്ലീഷിലേക്ക് വരികയാണെങ്കിൽ 3 അധ്യാപകരാണ് നിങ്ങളുടെ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവുക. അതിലൊന്ന് നമ്മുടെ ഫാരിസ് സാർ ആയിരിക്കും, ഒന്ന് നിസാം സാറാണ്, പിന്നെ സുമി മിസ്. ഈ 3 പേരായിരിക്കും ഇംഗ്ലീഷ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കൈകാര്യം ചെയ്തു തരാം. ഇനി അടുത്തതായിട്ട് എന്തൊക്കെയാണ് നമ്മുടെ ഈ ഒരു കോഴ്സിന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്നുള്ള കാര്യം നോക്കാം. അത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മേജർ കോഴ്സ് ഫീച്ചേഴ്സ് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരെ നിങ്ങൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകളെല്ലാം ലൈവ് ക്ലാസ്സുകളായിട്ടാണ് നടക്കുക. ലൈവ് ക്ലാസ്സുകൾ കഴിഞ്ഞതിന് ശേഷം അതിന്റെ റെക്കോർഡഡ് വേർഷൻ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലാണെങ്കിൽ റെക്കോർഡ് ക്ലാസ്സുകൾ വെച്ചിട്ട് ക്ലാസ്സുകൾ കാണാവുന്നതാണ്. അതുപോലെ ക്വസ്റ്റ്യൻസ് ആണ് അടുത്ത എക്സാമിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. നമ്മൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ കൃത്യമായ പുതിയ പാറ്റേണുള്ള ക്വസ്റ്റ്യൻസ്, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും പുതിയ പാറ്റേൺ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ഈ ഒരു പാക്കേജിൽ ലഭിക്കുന്നുണ്ട്. പിന്നെ ഡൗട്ട് ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് നമുക്കൊരു ഒഫീഷ്യൽ ആയിട്ടുള്ള ടെലിഗ്രാം ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും. അതിൽ നിങ്ങളുടെ ഡൗട്ടുകളും കാര്യങ്ങളും ബാച്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അതിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഒപ്പം റിവിഷൻ എക്സാംസ് ആണ്, അതെല്ലാം നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കും. അപ്പോ നല്ലൊരു തീരുമാനം എടുക്കുക. കാര്യം നമുക്കറിയാം നമ്മുടെ സൈലത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കുറെ അധികം ഹാപ്പി മൊമെന്റിലൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പൊ നമ്മുടെ CPO പരീക്ഷ നടന്നു. 1ാം റാങ്ക് അടക്കം ആദ്യത്തെ മുഴുവൻ റാങ്കുകളും നമ്മുടെ സൈലത്തിനാണ്.
കൂടാതെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിനേഷൻ ആണെങ്കിലും അതിലും 1ാം റാങ്ക് കരസ്ഥമാക്കിയിട്ടുള്ളത് നമ്മുടെ സൈലം PSC തന്നെയാണ്. ഇതിനു മുമ്പ് നടന്ന LDC ആണെങ്കിൽ നമുക്ക് 5 സ്റ്റാറുകളാണുള്ളത്. 5 1ാം റാങ്കുകളായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. UP എക്സാമുകളിലാണെങ്കിൽ UP എക്സാമിന് 7 ജില്ലകളിൽ ഫസ്റ്റ് റാങ്ക് നമ്മൾ അടിച്ചിട്ടുണ്ടായിരുന്നു. LPയിലും അതെ 8 ജില്ലകളിലായിരുന്നു. അപ്പോ കുറെ ഫസ്റ്റ് റാങ്കുകൾ അടക്കം ആദ്യത്തെ മുൻനിര റാങ്കുകളെല്ലാം സ്വന്തമാക്കി തന്നെയായിരുന്നു നമ്മുടെ കഴിഞ്ഞ എല്ലാ ബാച്ചുകളും കടന്നുപോയത്. അതിനേക്കാൾ മനോഹരമായ ഒരു റാങ്ക് പ്രതീക്ഷിക്കാൻ നമ്മുടെ അടുത്ത എക്സാമിന് നമുക്ക് പറ്റും. അപ്പൊ അത്തരത്തിലുള്ള പുതിയ പാറ്റേൺ ആയിട്ടുള്ള നല്ലൊരു ബാച്ച് തന്നെയാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നത്. അപ്പൊ നിങ്ങൾ നല്ലൊരു തുടക്കമാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങളുടെ PSC എക്സാമുകളിലേക്കുള്ള ചുവടുവെപ്പായിട്ടുള്ള ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ ജനറൽ PSC ഫൗണ്ടേഷൻ ബാച്ച് തീരുമാനിക്കാവുന്നതാണ്. അപ്പൊ ഇനി നിങ്ങളുടെ സംശയം എന്ന് പറയുന്നത് എത്രയായിരിക്കും ഇതിന് ഫീസ്? എന്തായാലും സൈലം നിങ്ങൾക്ക് നൽകുന്ന ഒരു ഉറപ്പുണ്ട്. ഏറ്റവും ചെറിയ ഫീസിൽ മാക്സിമം കണ്ടന്റ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മൾ എല്ലാ തവണത്തെയും പോലെ തന്നെ വളരെ ചെറിയൊരു ഫീസ് തന്നെയാണ് നിങ്ങൾക്ക് ഈ 1 വർഷത്തെ വാലിഡിറ്റി ഉള്ള ഈ ഒരു ബാച്ചിന് ഞങ്ങൾ നൽകിയിട്ടുള്ളത്. 1499 രൂപയായിരിക്കും നമ്മുടെ ജനറൽ PSC ഫൗണ്ടേഷൻ ബാച്ച് 4.0യുടെ ഫീസ് ആയിട്ടുണ്ടാവുക. 1 വർഷം കോഴ്സ് വാലിഡിറ്റി ഉണ്ടായിരിക്കുന്നു. പിന്നെ തുടങ്ങാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കേണ്ട, എത്രയും പെട്ടെന്ന് തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് ഈ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോ ഇനി ഒരു നല്ല തീരുമാനം എത്രയും വേഗം എടുത്തോളൂ. അപ്പൊ നമ്മൾ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. വീണ്ടും കാണാം. ബൈ.